നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. കാരണം എൻ്റെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബൈബിൾ ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഇസ്രായേൽ ജനങ്ങളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും യുദ്ധം പഠിപ്പിക്കാനും വേണ്ടി കർത്താവ് ഏതൊക്കെ ജനതകളെയാണ് ശേഷിപ്പിച്ചത്? ഉത്തരം: ഫിലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാർ, കാനാന്യർ, സിദോക്യർ, ഹിവ്യർ. അത് 3-ാം അധ്യായം 3-ാം വാക്യത്തിലാണുള്ളത്. ചോദ്യം ഒരിക്കൽ കൂടി: ഇസ്രായേൽ ജനങ്ങളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും യുദ്ധം പഠിപ്പിക്കാനും വേണ്ടി കർത്താവ് ഏതൊക്കെ ജനതകളെയാണ് ശേഷിപ്പിച്ചത്? ഉത്തരം: ഫിലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാർ, കാനാന്യർ, സിദോന്യർ, ഹിവ്യർ. രണ്ടാമത്തെ ചോദ്യം: ഹിവ്യർ ഏതു മലയിലാണ് താമസിച്ചിരുന്നത്? ഉത്തരം: ലെബനോൻ മലയിൽ. അത് 3-ാം അധ്യായം 3-ാം വാക്യത്തിലാണുള്ളത്. ചോദ്യം ഒരിക്കൽ കൂടി: ഹിവ്യർ ഏതു മലയിലാണ് താമസിച്ചിരുന്നത്? ഉത്തരം: ലെബനോൻ മലയിൽ. മൂന്നാമത്തെ ചോദ്യം: മെസപ്പൊട്ടോമിയ രാജാവിൻ്റെ പേരെന്താണ്? കുഷാൻ റിത്തായിം, കുഷാൻ റിഷാതായിം. അത് 3-ാം അധ്യായം 8-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: മെസപ്പൊട്ടോമിയ രാജാവിൻ്റെ പേരെന്താണ്? കുഷാൻ റിഷാതായിം. നാലാമത്തെ ചോദ്യം: മെസപ്പൊട്ടോമിയ രാജാവായ കുഷാൻ റിഷാതായിമിനെ ഇസ്രായേൽ ജനം എത്ര വർഷം സേവിച്ചു? ഉത്തരം: 8 വർഷം. അത് 3-ാം അധ്യായം 8-ാം വാക്യത്തിലാണുള്ളത്. ചോദ്യം ഒരിക്കൽ കൂടി: മെസപ്പൊട്ടോമിയ രാജാവായ കുഷാൻ റിഷാതായിമിനെ ഇസ്രായേൽ ജനം എത്ര വർഷമാണ് സേവിച്ചത്? ഉത്തരം: 8 വർഷം. അഞ്ചാമത്തെ ചോദ്യം: കാലേബിൻ്റെ ഇളയ സഹോദരൻ ആരാണ്? ഉത്തരം: കെനാസ്. അത് 3-ാം അധ്യായം 9-ാം വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: കാലേബിൻ്റെ ഇളയ സഹോദരൻ ആരാണ്? ഉത്തരം: കെനാസ്. ആറാമത്തെ ചോദ്യം: കെനാസിൻ്റെ പുത്രൻ ആരാണ്? ഉത്തരം: ഒത്നിയേൽ. അത് 3-ാം അധ്യായം 9-ാം വാക്യത്തിലാണുള്ളത്. ആറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: കെനാസിൻ്റെ പുത്രൻ ആരാണ്? ഉത്തരം: ഒത്നിയേൽ. ഏഴാമത്തെ ചോദ്യം: മെസപ്പൊട്ടോമിയ രാജാവായ കുഷാൻ റിഷാതായിമിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച ന്യായാധിപൻ ആരാണ്? ഉത്തരം: ഒത്നിയേൽ. അത് 3-ാം അധ്യായം 10-ാം വാക്യത്തിലാണുള്ളത്. ഏഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: മെസപ്പൊട്ടോമിയ രാജാവായ കുഷാൻ റിഷാതായിമിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച ന്യായാധിപൻ ആരാണ്? ഉത്തരം: ഒത്നിയേൽ. എട്ടാമത്തെ ചോദ്യം: മോവാബിലെ രാജാവ് ആരാണ്? ഉത്തരം: എഗ്ലോൻ. അത് 3-ാം അധ്യായം 12-ാം വാക്യത്തിലാണുള്ളത്. എട്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: മോവാബിലെ രാജാവ് ആരാണ്? ഉത്തരം: എഗ്ലോൻ. ഒൻപതാമത്തെ ചോദ്യം: ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകനും ഇടതു കയ്യനും ആരാണ്? ഉത്തരം: ഏഹൂദ്. അത് 3-ാം അധ്യായം 15-ാം വാക്യത്തിലാണുള്ളത്. ഒമ്പതാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകനും ഇടതു കയ്യനും ആരാണ്? ഉത്തരം: ഏഹൂദ്. പത്താമത്തെ ചോദ്യം: പരിചാരകർ കാത്തിരുന്ന സമയത്ത് ഏഹൂദ് എവിടേക്കാണ് രക്ഷപ്പെട്ടത്? ഉത്തരം: സെയിറായിലേക്ക്. അത് 3-ാം അധ്യായം 26-ാം വാക്യത്തിലാണുള്ളത്. പത്താമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: പരിചാരകർ കാത്തിരുന്ന സമയത്ത് ഏഹൂദ് എവിടേക്കാണ് രക്ഷപ്പെട്ടത്? ഉത്തരം: സെയിറായിലേക്ക്. ഇന്ന് നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. ഈ ചോദ്യോത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുമല്ലോ. സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക്